ഓക്കെ, നമുക്ക് ബെൽ റൈസ് ഇൻഡസ്ട്രീസിന്റെ ഏറ്റവും പുതിയ കോർപ്പറേറ്റ് ഫയലിംഗ് നോക്കാം. അതെന്താ പറയുന്നത് കാണാം. നമ്മൾ ആദ്യം പ്രധാന വാർത്തകൾ നോക്കും, പിന്നെ കമ്പനിയുടെ പ്രകടനം, സാമ്പത്തിക ആരോഗ്യം, പിന്നെ അവരുടെ ഭാവി പദ്ധതികൾ. ഈ ഡോക്യുമെന്റ് നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അവരുടെ ബോർഡ് മീറ്റിംഗിൽ എന്തൊക്കെ തീരുമാനിച്ചു എന്ന്. അവർ രണ്ട് പ്രധാന കാര്യങ്ങൾക്ക് അംഗീകാരം നൽകി. ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടും പിന്നെ ഒരു ലയന പദ്ധതിയും. അപ്പോൾ ശരിക്കും കമ്പനി എങ്ങനെ പോകുന്നു? ഈ ക്വാർട്ടറിലെ കണക്കുകൾ എന്താ പറയുന്നത് നോക്കാം. ആദ്യം തന്നെ സെപ്റ്റംബറിൽ അവസാനിച്ച ക്വാർട്ടറിലെ അവരുടെ വരുമാനം 23.5 ബില്യൺ കൂടുതലായിരുന്നു. ഇത് അവരുടെ വളർച്ച ശരിക്കും കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു വർധനമാണ്. വരുമാനം ഒരു വർഷത്ത്, പക്ഷേ അതിൽ നിന്ന് ശരിക്കും എത്ര ലാഭം കമ്പനി കിട്ടി? ഈ കാലയളവിലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 1.33 ബില്യൺ ആയിരുന്നു. ഇവിടെയാണ് ഏറ്റവും രസകരം. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ലാഭം ഏകദേശം ഇരട്ടിയായിട്ടുണ്ട്. നമുക്കിനി ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. അവരുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് സിമ്പിൾ ആണ്. കമ്പനി എന്തൊക്കെയുണ്ട്, അവർക്ക് എന്തൊക്കെ കൊടുക്കാനുണ്ട്, ഇത് രണ്ടും തമ്മിൽ നോക്കുന്നതാണ്. സെപ്റ്റംബർ 30 കണക്ക് വെച്ച് ബെൽ റൈസിന്റെ മൊത്തം ആസ്തി 80 ബില്യൺ കൂടുതലാണ്. അതേസമയം അവരുടെ മൊത്തം ബാധ്യതകൾ, അതായത് കറണ്ടും നോൺ കറണ്ടും 31 ബില്യൺ അല്പം കൂടുതലാണ്. അപ്പോൾ ഇത്രയും ശക്തമായ ഒരു സാമ്പത്തിക നില വെച്ച് ഭാവിയിലേക്ക് അവർ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? റിപ്പോർട്ടിൽ ഒരു അമാൽഗമേഷൻ കണ്ടില്ലേ? അത് കമ്പനികളെ ഒരുമിപ്പിക്കുന്നതിനുള്ള ഒരു ഫോർമൽ വാക്ക് മാത്രമാണ്. ഇവിടെ ബെൽ റൈസ് അവരുടെ തന്നെ സബ്സിഡിയായ H1 ഇന്ത്യയെ ഏറ്റെടുക്കുകയാണ്. പ്രവർത്തനങ്ങൾ ഒന്നും ഉൾപ്പെടുത്താൻ. കൂടാതെ മറ്റ് ചില പ്രധാന നീക്കങ്ങളുണ്ട്. പുതിയൊരു മേഖലയിലേക്ക് കടക്കുന്നതും ഓഹരിയുള്ളവർക്ക് ലാഭവിഹിതം നൽകുന്നതും ഇതിൽപ്പെടും. അപ്പോൾ ഈ ഒരു പരിശോധനയ്ക്ക് ശേഷം ബെൽ റൈസ് ഇൻഡസ്ട്രീസിന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റി നമുക്ക് എന്ത് പറയാം? കമ്പനിക്ക് നല്ല വരുമാനവും ലാഭവളർച്ചയുണ്ട്, സാമ്പത്തികമായി ഭദ്രമാണ്, പിന്നെ ഡിഫൻസ് എയറോസ്പേസ് മേഖലയിലേക്ക് ബിസിനസ് വികസിപ്പിക്കുന്നുണ്ട്. ഈ ഫയലിംഗ് കാണിക്കുന്നത്